ഞാൻ നിങ്ങളുടെ സ്വന്തം സുലോചന ടീച്ചർ. ഇന്ന് ഞാൻ കാണിക്കുന്നത് നമ്മുടെ വീട്ടിലെ പ്ലാവാണ്. പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇതൊരു വിയറ്റ്നാം വെളി എന്ന് പേരുന്ന ഈ പ്ലാവിന് ഇത് വെച്ചിട്ട് ഇപ്പോൾ 3 കൊല്ലമായി. കഴിഞ്ഞ കൊല്ലം നിറച്ച ചക്ക ഉണ്ടായി. ഇത് ഇക്കൊല്ലും ചക്ക അടിപൊളിയാണ് കേട്ടോ, നല്ല സ്വാദുണ്ട്. പക്ഷെ അത്ര മധുരത്തിന്റെ കാര്യത്തിൽ ഞാൻ പറയില്ല, ആയുർജാക്ക് ഇതിലും ബെറ്ററാണ്. എന്നാലും കൂട്ടാൻ വെക്കാനും വറക്കാനും ഇത്ര നല്ലൊരു ചക്കയില്ല കേട്ടോ, സത്യം പറയാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്ലാവൊക്കെ വേണമെങ്കിൽ 3 കൊല്ലം കൊണ്ട് കാച്ചു കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള തൈ മേടിച്ച് വയ്ക്കൂ. അത് ഏറ്റവും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. ഈ പ്ലാവ് വളരെ യൂസ്ഫുള്ളാണ്. അത് എത്ര വലിയ ക്ഷണിച്ചായിരിക്കണേ നോക്കൂ. അതിന്മേൽ ചക്കകളുണ്ട്. ചക്കകൾ ഏതാണ്ട് മൂത്ത് തുടങ്ങി. ഒരെണ്ണം പഴുത്തിട്ട് ഞങ്ങൾ മുറിച്ചു. അങ്ങനെയൊക്കെ ഇരിക്കുന്നു കാര്യം. പണ്ട് കാലത്ത് ചക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടായിരുന്നു. പക്ഷെ പണ്ട് കാലത്തൊക്കെ നല്ലോണം ചക്ക കൂട്ടാനോ ഒക്കെ കഴിച്ചിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഒരു ട്രെൻഡ് വന്നിട്ടുണ്ട്. ചക്ക ഡയബറ്റീസിന് നല്ലതാണ്, ക്യാൻസർ ആയിട്ടാണ് നല്ലതാണ്, ഇടിയൻ ചക്ക ഏറ്റവും ബെസ്റ്റാണ്. അങ്ങനെ പലതരം ഗുണങ്ങൾ, ഇപ്പോൾ ചക്കയുടെ ഗുണങ്ങൾ മനസ്സിലാക്കിയത് ഇപ്പോഴാണ്. ഇപ്പോൾ റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നത് ചക്കയെക്കുറിച്ചാണ്. അത് കാരണം കൊണ്ട് ചക്കയ്ക്ക് വലിയ ഡിമാൻഡായി. ചക്ക ചുളകൾ പൗഡറാക്കി അതൊക്കെ വിൽക്കാൻ കിട്ടുന്നുണ്ട്. അങ്ങനെ പല ഗുണങ്ങളും ഉണ്ട് ചക്ക കൊണ്ട്. ഡയബറ്റീസ് മാത്രമല്ല, ക്യാൻസറിനും ചക്ക നല്ലതാണെന്ന് കേട്ടു. പലവിധം ഏറ്റവും അധികം ഫൈബറുള്ള ഒരു ഫ്രൂട്ടാണ്. അതുമാത്രമല്ല കോൺസ്റ്റിപ്പേഷനും അതുപോലെ വയറിൻ്റെ പ്രോബ്ലംസിനും ഒക്കെ ചക്ക നല്ലതാണ്. മറ്റു പണ്ടൊക്കെ ചക്ക തിന്നാൽ ഗ്യാസാണെന്നാണ് പറയുക. ഇപ്പം ചക്ക വയറിന് ഏറ്റവും ബെസ്റ്റാണെന്ന് കേട്ടു. അങ്ങനെയാണ് പറയുന്നത്. ഇപ്പോഴത്തെ ട്രെൻഡ് ചക്കയ്ക്ക് അനുകൂലമായിട്ട്.